നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഭാരതീയ ദൈവവിശ്വാസമല്ല മറ്റു വൈദേശിക മതങ്ങൾക്ക്, നമ്മുടെ വാസ്തുശാസ്ത്രമല്ല ചൈനക്കാരുടേത്. ഇതിൽ ഏതാണ് ശരി? രണ്ടും ശരിയാണ് എന്നതാണ് ഉത്തരം. എന്തുകൊണ്ടെന്നാൽ ജലജീവികളുടെ രീതികളല്ല കരജീവികൾക്ക്, അതല്ല പക്ഷികളുടേത്. എന്നാൽ അവയുടെയെല്ലാം മരണശേഷം ആത്മാവ് പരമാത്മാവിലും ശരീരം പഞ്ചഭൂതങ്ങളിലും ലയിച്ചു ചേരുന്നു. അതിലേക്കുള്ള സുഗമ പാതകളാണ് ആരാധനയും ധ്യാനവും. അനുഗ്രഹീതമായ ബുദ്ധിയിലാണ് പ്രാർത്ഥനകൾ ഉണരുക. അത് തടസ്സമില്ലാതെ പുറത്തേക്ക് ഒഴുകുവാൻ ദേവിയുടെയും വിഘ്നവിനാശകനായ ഗണപതി ഭഗവാന്റെയും കരുണയുണ്ടാകണം. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നാം ഈശ്വര കാരുണ്യത്തിന് പാത്രമാവുകയാണ്. പ്രാർത്ഥനയുടെ ഫലം പിന്നാലെ നമ്മെ തേടിയെത്തും. ഇനി ഇന്നത്തെ സന്ധ്യാനാമത്തിന്റെ സമയമാണ്. കേൾക്കാം. നാരായണ 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 രാധാ ഗോവിന്ദ. 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 കല്ലു വേണോ നീല നിറം കോലും നല്ല കല്ലു വേണോ, മല്ലവൈരി പേരോലുന്ന കല്ലു വേണമോ? നാരായണ 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 രാധാ ഗോവിന്ദ. ദേവഗീതം ജഠരമാമകരത്തിൽ നിന്നുദിച്ച ദേവകൾക്ക് മോഹമേറ്റും കല്ലു വേണമോ? നാരായണ 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 രാധാ ഗോവിന്ദ. ഇന്ദ്രനീലമണിവർണ്ണം പൂണ്ടു ലക്ഷ്മി വക്ഷസിലായി സാന്ദ്രമോദം വിളങ്ങുമാ കല്ലു വേണമോ? നാരായണ 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 രാധാ ഗോവിന്ദ. പശുക്കളെ പാലിക്കുന്ന നന്ദഗോപൻ സൗരിയോട് വിഷുക്കന്യ വാങ്ങിയതാം കല്ലു വേണമോ? നാരായണ 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 രാധാ ഗോവിന്ദ. ദുർഗാ ഭഗവതിയെ താൻ പകരമായി കൊടുക്കായിൽ ദുർഗമാർക്കുമെന്നായി തീർന്ന കല്ലു വേണമോ? നാരായണ 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 രാധാ ഗോവിന്ദ. ഗോപാലന്മാരം മുത്തു മാലയുടെ നാടുപാടി ഗോപതിയായി നിന്നും കൃഷ്ണ കല്ലു വേണമോ? നാരായണ 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 രാധാ ഗോവിന്ദ. വല്ല വസ്ത്ര നികീരത്തിൽ കുജ കുഞ്ച കോരകത്തിൽ നല്ലവണ്ണം ലസിച്ചതാം കല്ലു വേണമോ? നാരായണ 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 രാധാ ഗോവിന്ദ. ഹൃദയത്തിൽ ധരിപ്പോരെ മായാബന്ധം മുറിച്ചുടൻ ഹൃദയത്തിൽ ആഴ്ത്തിയിടുന്ന കല്ലു വേണമോ? നാരായണ 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 രാധാ ഗോവിന്ദ.
പോറ്റുമാ മഹാജനം ചൂടും നല്ല കല്ല് വേണമോ? നാരായണ 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 രാധാ ഗോവിന്ദ. ഏവം പാലരക്ഷയ്ക്കായി കല്ലു വിൽക്കും ജോലിക്കെന്നെ ഭവസുനോദേശം തോറും ചുറ്റിപ്പിക്കുമോ? നാരായണ 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 രാധാ ഗോവിന്ദ. 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 മഹാവിഷ്ണുവിന് ഏറെ ഇഷ്ടപ്പെട്ട മാസമാണ് വൈശാഖ മാസം. മാധവ മാസം എന്നും വൈശാഖ മാസത്തെ അറിയപ്പെടുന്നു. മഹാവിഷ്ണു ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിലെ ഓരോ ഭവനവും സന്ദർശിക്കുന്നു എന്നാണ് വിശ്വാസം. വിവിധ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഇക്കാലം പ്രത്യേക പൂജകളുണ്ട്. ഗുരുവായൂരിലെ വൈശാഖ പുണ്യകാലത്തെക്കുറിച്ചാണ് ഇന്നത്തെ കഥയമ്മ വിശദമാക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. സനാതനധർമ്മത്തില് പല കാലഘട്ടങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ആരാധനയ്ക്കായിട്ട്. ഓരോ കാലത്തും ഓരോ മൂർത്തിക്കാണ് ആരാധന. ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, വൃശ്ചിക മാസം എന്ന് പറയുന്നത് നമുക്ക് സ്വാമിയെ കാണാനുള്ളൊരു സമയമാണ്. അയ്യപ്പനെ കാണാൻ വേണ്ടി നമ്മൾ വ്രതമെടുത്ത് ഭഗവാനെ കാണാൻ ശബരിമലയ്ക്ക് പോകുന്നൊരു സമയമാണ് ഈ വൃശ്ചിക മാസം എന്ന് പറയുന്നത്. അതുപോലെ ഓണക്കാലുണ്ട്, വിഷുക്കാലുണ്ട്, കർക്കിടക മാസമുണ്ട്, രാമായണത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയം. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആരാധനാ സമയങ്ങൾ പൂർവികർ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതിൽ കൃഷ്ണഭക്തരായിട്ടുള്ള ആളുകൾ ഏറെ വിശേഷത്തോടുകൂടി കാണുന്ന വൈശാഖ മാസം ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. ഇന്നത്തെ അധ്യായത്തിൽ ആ വൈശാഖ മാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒപ്പം തന്നെ വൈശാഖ മാസാചരണം ഏറ്റവും നല്ല രീതിയിൽ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ഈ ഒരു അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വൈശാഖ മാഹാത്മ്യം എന്താണ് എന്നൊന്ന് നമുക്ക് ചെറുതായിട്ട് പരിശോധിക്കാം. വൈശാഖം എന്ന് പറയുന്നത് ഒരു മാസമാണ്. ചൈത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന മാസമാണ് വൈശാഖം. ഈ സമയത്ത് മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം പൂർണ്ണ തോതിൽ ഭൂമിയിൽ ഉണ്ടാവും എന്നാണ് വിശ്വാസം. അതും ഭഗവാൻ ഒറ്റയ്ക്കല്ല, ലക്ഷ്മി സമേതനായിട്ടുള്ള നാരായണൻ വൈകുണ്ഠത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എഴുന്നള്ളുന്ന സമയമാണ് ഈ വൈശാഖ മാസക്കാലം എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നാരായണ ഭജനം വളരെ അത്യുത്തമാണ്. ഭഗവാനെ ഭജിക്കാൻ ഏറ്റവും നല്ല സമയം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈശാഖ മാസമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഏറ്റവും പ്രീതികരമായിട്ടുള്ള മാസമായതുകൊണ്ട് ഇതിനെ മാധവ മാസം എന്നും വിളിക്കാറുണ്ട്. ഏകദേശം മെയ് ഏപ്രിൽ ആ സമയമായിട്ടാണ് എല്ലാ സമയത്തും വൈശാഖ മാസം ആചരിക്കാറുള്ളത് നമ്മുടെ സാധാരണ ഇംഗ്ലീഷ് കലണ്ടറിൽ. അപ്പം അതുകൊണ്ട് അതെങ്ങനെ ആചരിക്കണം, അത് ആചരിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആത്യന്തികമായിട്ട് വിഷ്ണു പ്രീതി ഉണ്ടാവും, മഹാലക്ഷ്മി പ്രീതി ഉണ്ടാവും എന്നുള്ളതാണ് പൊതുവിൽ പറയാനുള്ളത്. വളരെ പുണ്യകാലമായിട്ടാണ് ഈ വൈശാഖ മാസത്തെ കണക്കാക്കുന്നത്. വൈശാഖ മാസ വ്രതം വലിയ പ്രാധാന്യമുള്ളതാണ്. അതിലേറ്റവും പ്രാധാന്യം നിറഞ്ഞത് വൈശാഖ മാസത്തിലെ സ്നാനവും പുരാണശ്രവണവും ദാനധർമാദി ക്രിയകളുമാണ്. ആ സമയത്ത് ഈ ഭാരതത്തിലെ പുണ്യനദികളുടെ മുഴുവൻ സാന്നിധ്യവും നമ്മളുടെ നാട്ടിലെയും വീട്ടിലെയൊക്കെ ജലാശയങ്ങൾ ഉണ്ടാവൂത്രേ. ഇപ്പോൾ ഒരു കിണറുണ്ടെങ്കിൽ ആ കിണറിലെ വെള്ളത്തിലും അതുപോലെ തന്നെ സഞ്ചരിക്കുന്ന ഒഴുകുന്ന വെള്ളങ്ങളുള്ള നദീതടങ്ങളിലും ഇന്ത്യയിലെ പുണ്യനദികളുടെ സാന്നിധ്യം ഉണ്ടാവും എന്നാണ് പറയുക.
ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി, ഇങ്ങനെ 7 പുണ്യ നദികളുടെയും സാന്നിധ്യം നമ്മളുടെ നാട്ടിലുള്ള ജലാശയങ്ങളിലൊക്കെ ഉണ്ടാവത്രേ. അതുകൊണ്ട് പ്രഭാത സമയത്ത് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ആ സമയത്ത് ജലാശയങ്ങളിൽ പോയി സ്നാനം ചെയ്യുക എന്നുള്ളത് വലിയ പ്രാധാന്യമാണ്. എല്ലാ പുണ്യതീർത്ഥങ്ങളിലും കുളിച്ചൊരു ഫലം അപ്പം കിട്ടുന്നതാണ്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം എന്നാണ് പുരാണത്തിൽ പറയുന്നത്? പുരാണങ്ങൾ കേൾക്കണം എന്നാണ്. പ്രത്യേകിച്ച് ശ്രീമദ് ഭാഗവതം. നാരായണന് ഇഷ്ടപ്പെട്ട സമയമായതുകൊണ്ട് തന്നെ നാരായണന്റെ പുരാണങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് കൂടുതൽ അഭികാമ്യം. നാരായണന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുരാണമാണ് ശ്രീമദ് ഭാഗവതം. ഇന്ന് കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും വൈശാഖ മാസക്കാലത്ത് ഭാഗവത സപ്താഹങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഭാഗവതം നടക്കുന്നുണ്ടെങ്കിൽ 7 ദിവസവും ചെന്ന് ഭാഗവതം കേൾക്കുക എന്നുള്ളതും വളരെയധികം പുണ്യദായകമായിട്ടാണ് കണക്കാക്കുന്നത്. 3, ദാനധർമ്മങ്ങൾ ചെയ്യുക. ഈ സമയത്ത് എന്താണോ നമുക്കൊരാൾക്ക് കൊടുക്കാൻ സാധിക്കുക അത് കൊടുത്തതിന് അക്ഷയ ഫലം ലഭിക്കുന്നതാണ്. ആ പുണ്യം എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ദാനധർമാദി ക്രിയകൾ ചെയ്യുക. എന്തൊക്കെയാണ് ദാനം ചെയ്യാൻ പറ്റുക? ഏറ്റവും നല്ലതായിട്ട് വെള്ളം കൊടുക്കുക ദാഹിക്കുന്ന ആൾക്കാർക്ക്. ഈ സമയം നല്ല ചൂടുള്ള സമയമായിരിക്കും. ആ സമയത്ത് ദാഹജലം ദാനം ചെയ്യുന്നത് നല്ലതാണ്. ഒപ്പം തന്നെ കുട അത് ദാനം ചെയ്യുന്നത് നല്ലതാണ്. പുതപ്പ് ദാനം ചെയ്യുന്നത് നല്ലതാണ്. ചെരുപ്പ് ദാനം ചെയ്യുന്നത് നല്ലതാണ്. മരുന്നുകൾ ദാനം ചെയ്യുന്നത് നല്ലതാണ്. ഇതൊക്കെയാണ് സാധാരണ പുരാണത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ പ്രഭാതത്തിലുള്ള സ്നാനം, പുരാണശ്രവണവും നാമജപവും ദാനധർമാദി ക്രിയകളും, ഇത് 3ആണ് ഈ വൈശാഖ മാസകാലത്തിൽ ഏറ്റവും അഭികാമ്യത്തോടുകൂടി അനുഷ്ഠിക്കേണ്ടത് എന്നാണ് മഹാത്മാക്കൾ പറയാറുള്ളത്. ഇനി വൈശാഖത്തിൻ്റെ മഹാത്മ്യം പറയുകയാണെങ്കിൽ ഈ സമയത്താണ് ഭഗവാന്റെ പൂർണ്ണ സാന്നിധ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഭഗവാന്റെ പ്രധാനപ്പെട്ട അവതാരങ്ങൾ ഉണ്ടായിട്ടുള്ളതും ഈ സമയത്താണ്. ഭഗവാന്റെ നരസിംഹാവതാരം ഉണ്ടായിട്ടുള്ളത് വൈശാഖകാലത്താണ്. അതുപോലെ തന്നെ ഭഗവാന്റെ ബലരാമാവതാരം ഉണ്ടായിട്ടുള്ളത് വൈശാഖകാലത്താണ്. ഭഗവാന്റെ പരശുരാമാവതാരം ഉണ്ടായിട്ടുള്ളത് വൈശാഖകാലത്താണ്. ഇങ്ങനെയുള്ള ഭഗവാന്റെ നിരവധി അവതാരങ്ങൾ ഉണ്ടായിട്ടുള്ളതും ഈ സമയത്താണ്. ഗംഗാവതരണം ഉണ്ടായിട്ടുള്ളത് വൈശാഖകാലത്താണ്. ബുദ്ധപൂർണിമ നടക്കുന്നത് വൈശാഖകാലത്താണ്. ഒപ്പം തന്നെ ശ്രീ ശങ്കര ഭഗവത്പാദര് കനകധാരാ സ്തോത്രം രചിച്ചതും ഒരു വൈശാഖകാലത്താണ്. ഇത്രയധികം പ്രാധാന്യമുള്ള ഒരു സമയം വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം വേറെ ഉണ്ടാവില്ല എന്നാണ്. അപ്പം അതുകൊണ്ട് സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തൊഴുത് സഹസ്രനാമം ഉൾപ്പെടെയുള്ള ജപങ്ങൾ ചെയ്ത് ഭഗവാനെ ആരാധിക്കുക. കൂട്ടായിട്ടിരുന്നുകൊണ്ട് ഭാഗവതോ നാരായണീയോ എന്താണോ നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കുക അത് പാരായണം ചെയ്തുകൊണ്ട് ഭഗവാനെ ആരാധിക്കുക. ഈ ഒരു സമയത്ത് സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം പരമാവധി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വിഷ്ണു പ്രീതി ഉണ്ടാവും എന്നാണ് പറയാറുള്ളത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് ഉപസംഹരിക്കാം. ഈ ഭഗവാന്റെ ബലരാമാവതാരവും ഒപ്പം തന്നെ പരശുരാമാവതാരവും ഉണ്ടായിട്ടുള്ളൊരു ദിവസം വരുന്ന ദിവസങ്ങളിൽ വരുന്നുണ്ട്. അത് വൈശാഖ മാസത്തിലെ 3ാമത്തെ തിഥി, അതായത് തൃതീയ ദിവസം. അന്നേ ദിവസമാണ് നമ്മൾ അക്ഷയ തൃതീയ എന്ന പേരിൽ അറിയപ്പെടാറുള്ളത്. ഇന്ന് ദൗർഭാഗ്യവശാൽ അക്ഷയ തൃതീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനുള്ള ദിവസമായിട്ടാണ് പൊതുവിൽ കണക്കാക്കുന്നത്. ഒരിക്കലും അത് അതിനുള്ളൊരു ദിവസമല്ല. താല്പര്യമുള്ള ആളുകൾക്ക് വാങ്ങാം എന്ന് മാത്രം. അതിനങ്ങനെ വിധിയൊന്നുമില്ല. യഥാർത്ഥത്തിൽ അന്നേ ദിവസം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അക്ഷയ ഫലം ഉണ്ട് എന്നാണ് പുരാണത്തിൽ പറഞ്ഞിട്ടുള്ളത്. 2, ഭഗവാന്റെ ബലരാമാവതാരവും പരശുരാമാവതാരവും ഉണ്ടായിട്ടുള്ളത് അക്ഷയ തൃതീയ ദിവസമാണെന്നും മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് കച്ചവട താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് അന്നേ ദിവസം ബലരാമസ്വാമിയായിട്ടും പരശുരാമസ്വാമിയായിട്ടും ഗുരുവായൂരപ്പനെ കണ്ട് നമസ്കരിക്കുക എന്നുള്ളതാണ്. ഈ വൈശാഖ കാലത്ത് ഒരു ദിവസമെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാനും ഗുരുവായൂരപ്പനെ കാണാനൊക്കെ ഉള്ളൊരു ഭാഗ്യം നമുക്കുണ്ടാവട്ടെ. അവിടെ ആധ്യാത്മിക ഹാളിൽ എല്ലാ ദിവസവും സപ്താഹം നടക്കുന്ന സമയമാണ്. ഏതാണ്ട് 4 സപ്താഹങ്ങൾ ഈ കാലത്ത്, ഒരു മാസം മുഴുവൻ സപ്താഹം ഉണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന ആളുകളൊക്കെ തന്നെ ആ സപ്താഹവേദിയിലൂടെ പോയി പുരാണശ്രവണം കൂടെ നടത്തി തിരിച്ചു വരിക എന്നുള്ളൊരു എളിയ അപേക്ഷ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ചോറ്റാനിക്കര പോലെയുള്ള അമ്പലങ്ങളിൽ ദേവിക്ക് പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും ഓരോ ഭാവങ്ങളാണ്. എന്നാൽ ഓരോ സമയത്തും ഭക്തർ ഓരോ സങ്കല്പങ്ങളിൽ പ്രാർത്ഥിക്കണം എന്നില്ല. അടിസ്ഥാനപരമായി ചോറ്റാനിക്കര ഭഗവതി അമ്മയാണ്. അമ്മയെ മനസ്സിൽ വരുന്ന രൂപത്തിൽ പ്രാർത്ഥിച്ചാൽ മതിയാകും. ഇത്തരം ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ മനസ്സിലുള്ളത് തന്നെയാണ് ശ്രീകോവിലിലും. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം.
ധ്യായേ ഷൺമുഖമിന്ദുകോടി സദൃശം രത്നപ്രഭാശോഭിതം ബാലാർക്കദ്യുതി ഷഡ്കിരീടവിലസത് കേയൂരഹാരാന്വിതം. ഭാരതത്തിന്റെ സാമൂഹ്യ ഘടന മാറ്റിമറിക്കുകയും അസമത്വവും അനാചാരങ്ങളും ദൂരീകരിക്കുകയും ചെയ്തതിൽ ഋഷീശ്വരന്മാർക്ക് ഗണ്യമായ പങ്കുണ്ട്. ഭൗതികമായ വ്യതിയാനങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് ആത്മീയ ജ്ഞാനത്തിലൂടെ ഐക്യപ്പെടുവാനാണ് അവർ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പ്രകൃതി അനുകൂലമായ പഴമയെ തള്ളിക്കളയാതെ തന്നെ മാനവവംശത്തിന്റെ പുരോയാനത്തിനുള്ള പന്ഥാവ് വെട്ടിത്തെളിക്കുകയായിരുന്നു അവർ. ഒരു കാലത്ത് ഭ്രാന്താലയം എന്ന വിശേഷണത്തിന് അർഹമായിരുന്ന കേരളത്തെ ജ്ഞാനത്തിലൂടെ ശുദ്ധി ചെയ്ത മഹാനായ സാമൂഹ്യ പരിഷ്കർത്താവും യതിവര്യനുമായിരുന്നു ശ്രീ നാരായണ ഗുരുദേവൻ. അധസ്ഥിതർക്ക് ആരാധനയ്ക്കുള്ള അവകാശം നേടിക്കൊടുത്തതോടൊപ്പം അവർക്കിടയിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെ ഉന്മൂലനം ചെയ്യുക കൂടി ചെയ്തു അദ്ദേഹം പ്രതിഷ്ഠിച്ച അമ്പലങ്ങൾ കേവലം ആരാധനാസ്ഥാനങ്ങൾ മാത്രമല്ല, നവോത്ഥാനത്തിന്റെ നാഴികക്കല്ലുകൾ കൂടിയാണ്. ഇന്ദുകലാധര ശങ്കരനന്ദന സ്കന്ദമനോഹരനേ, ഗജമുഖ സോദരനേ, വേലാശുഭവരദായകനേ. തിരുവനന്തപുരം കോവളം ദേശീയപാതയ്ക്കരികിൽ വാഴമുട്ടം പ്രദേശത്തെ പ്രകൃതി രമണീയമായ കുന്നുകൾ, കരിമ്പാറകളും ഹരിതസസ്യങ്ങളും ചേർന്ന് കമനീയമാക്കിയ ഈ കുന്നിൻ മുകളിലാണ് കുന്നുംപാറ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. തൈപ്പൂയം നാൾ പാരിലുദിച്ചൊരു തങ്കകളേബരനേ. 1896 ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചതാണ് ഈ അമ്പലം. ഇവിടുത്തെ സുബ്രഹ്മണ്യനെ വൈദ്യനാഥ സുബ്രഹ്മണ്യൻ എന്നുകൂടി വിശേഷിപ്പിക്കപ്പെടുന്നു. ഇവിടെ ഇത്തരത്തിലൊരു ക്ഷേത്രം സ്ഥാപിതമാകുന്നതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ആദ്യകാലത്ത് ഈ പ്രദേശം ഭദ്രകാളി, നാഗദൈവങ്ങൾ എന്നിവയെ ആരാധിച്ചിരുന്ന കാവുകളായിരുന്നു. അത്തരം ആരാധനയുടെ ഭാഗമായി മൃഗബലി നിലനിന്നിരുന്ന സ്ഥാനമായിരുന്നു ഇത്. അക്കാലത്ത് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് സോറിയാസിസ് സമാനമായ രോഗം പടർന്നു പിടിച്ചു. നിരവധി ചികിത്സകൾ നടത്തിയിട്ടും ഫലമുണ്ടായില്ല. അങ്ങനെ നാട്ടുകാർ കൂടി അരുവിപ്പുറത്ത് പോയി ഗുരുദേവനെ സന്ദർശിച്ച് സങ്കടമുണർത്തിച്ചു. ഒരു ദിനം ഗുരുദേവൻ ഈ കുന്നിൻ മുകളിലെത്തുകയും ബലി പോലെയുള്ള കർമ്മങ്ങൾ അവസാനിപ്പിച്ച് സാത്വികമായ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇവിടെ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചത്. കാലം ദണ്ഡ നമസ്കൃതിയേകും ദണ്ഡായുധകരനേ, കാവടിയേന്തിയണഞ്ഞൊരു മൂകനു വാക്കുകൊടുത്തവനേ. ചെട്ടിയാർ തോപ്പിൽ കൊച്ചുകുട്ടി വൈദ്യർ 18 ഏക്കർ സ്ഥലം ഇതിനായി വിട്ടുകൊടുത്തു. ഒപ്പം ക്ഷേത്രം നടത്തിപ്പിന് വരുമാനം കണ്ടെത്താൻ കടലോരത്തൊരു 70 സെന്റ് സ്ഥലവും അദ്ദേഹം നൽകി. അതേ തുടർന്ന് 1896 വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ ഗുരുദേവൻ ക്ഷേത്രം നിർമ്മിച്ച് സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ചു. അങ്ങനെ ആ പകർച്ചവ്യാധി ഈ പ്രദേശം വിട്ടൊഴിഞ്ഞു. ഇന്നും ഇവിടുത്തെ പ്രാർത്ഥന തീരാവ്യാധികൾ ഒഴിഞ്ഞു പോകുന്നതിന് സഹായിക്കുമെന്നാണ് വിശ്വാസം. വെളുപ്പിന് ഉള്ള ശംഖനാദവും മണിനാദവും മുഴുവന്ന കേൾക്കുന്ന സ്ഥലം വരെ ഉള്ള ജനങ്ങൾക്ക് രോഗബാധ മാറുകയും അവർ ഐശ്വര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യുമെന്ന് ഗുരു അന്ന് പ്രവചിച്ചു. അതനുസരിച്ച് തന്നെയാണ് ഇവിടുത്തെ ഏകദേശം ഒരു 7 കിലോമീറ്റർ ചുറ്റളവ് കോവളം മുതൽ ഏകദേശം ഇടയാർ വരെയുള്ള ജനങ്ങൾ രാവിലെ വെളുപ്പിന് ഇവിടെ വരികയും ആരാധന നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇവിടെ വളരെ ഐശ്വര്യമുണ്ടായി ഈ നാട്ടിൽ. പളനിയെ അനുസ്മരിപ്പിക്കുമാറ് അനേകം പടികൾ കയറി ക്ഷേത്രത്തിലെത്താം. എന്നാൽ വാഹനങ്ങൾ ക്ഷേത്രത്തിനു പിൻവശം വരെ എത്തുന്നതിനുള്ള വഴിയും നിലവിലുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 200 അടിയോളം ഉയരമുള്ള കുന്നിൻ മുകളിലെ ചെറു മൈതാനം പോലെയുള്ള ഭാഗത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചെറിയ ശ്രീകോവിലും
അതിനു മുന്നിലെ ചെറിയ മണ്ഡപവും കാലങ്ങൾ പിന്നിട്ടിട്ടും മാറ്റമില്ലാതെ നിലനിൽക്കുന്നു. ഈ കുന്നിൻ മുകളിൽ നിന്നാൽ ദൂരെ അലയിളകുന്ന കടലിന്റെ നീലിമ കാണാം. അവിടെ നിന്ന് വീശിയെത്തുന്ന കാറ്റിന്റെ കുളിർമ ആസ്വദിക്കാം. മനോഹരമായ പ്രകൃതിയെ അടുത്തറിയാം. രൗദ്രമൂർത്തിയായ ഭദ്രകാളിക്കു പകരം സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ച ഗുരുദേവൻ പണ്ടുമുതലേ നിലനിന്ന നാഗദൈവങ്ങളെ അവിടെ തന്നെ നിലനിർത്തി. ഗണപതി, അശോകമരച്ചുവട്ടിലെ വനശാസ്താവ് എന്നിവരാണ് ഉപദേവതമാർ. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലെ മറ്റൊരു മണ്ഡപത്തിൽ ഗുരുദേവന്റെയും കൊച്ചു കൊച്ചു വൈദ്യരുടെയും ചിത്രങ്ങൾ കാണാം. ഈ മണ്ഡപവും ഗണപതി ക്ഷേത്രവും മറ്റും പിന്നീട് പണികഴിപ്പിച്ചവയാണ്. പരരത്നപൂർണമാം സുരഗിരി തന്നുടെ തിരുശൃംഗമല്ലയോ ഈ സത്യം. കുന്നുംപാറയെ രാമായണവുമായും മഹാഭാരതവുമായും ബന്ധിപ്പിക്കുന്ന ചില ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. ഹനുമാൻ മരുന്നുമലയുമായി ആകാശമാർഗേണ പോയപ്പോൾ അതിൽ നിന്നും അടർന്നു വീണ 2 ഖണ്ഡങ്ങളാണ് മരുത്വാമലയും മറ്റൊന്ന് കുന്നുംപാറയും എന്നതത്രേ ഒരു ഐതിഹ്യം. മഹാഭാരത കഥയിലെ ചിരഞ്ജീവിയായ അശ്വത്ഥാമാവ് ഇതിന് സമീപമുള്ള ഒരു ഗുഹയിൽ കഴിഞ്ഞിരുന്നു എന്നും ചില രാത്രികളിൽ ക്ഷേത്രനടയിലെത്തി തീർത്ഥവും ചന്ദനവും എടുത്ത് ധരിക്കാറുണ്ടെന്നുമാണ് മറ്റൊരു ഐതിഹ്യം. ഈ ഐതിഹ്യത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെ നടയടച്ചാൽ അല്പം തീർത്ഥവും ചന്ദനവും മണ്ഡപത്തിലെടുത്തു വയ്ക്കുന്ന പതിവുണ്ട്. ക്ഷേത്രത്തിലെത്തുമ്പോൾ വിശ്രമിക്കുന്നതിനു വേണ്ടി ഗുരുദേവൻ നിർമ്മിച്ച ഒരു മഠം ക്ഷേത്രത്തിൽ നിന്ന് പടവിറങ്ങി ചെല്ലുമ്പോൾ കാണാം. ഒരാശ്രമം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഈ ഭവനത്തിൽ ഗുരുദേവൻ വിശ്രമിച്ചിരുന്ന മുറി ഇന്നും ഭക്തിയോടെ സംരക്ഷിച്ചു വരുന്നു. അവിടെ ഗുരുദേവന്റെ കസേര, കിടക്ക, ഊന്നുവടി എന്നിവ ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. വൃക്ഷങ്ങൾ വച്ചുപിടിപ്പിച്ചും പച്ചക്കറികൾ കൃഷി ചെയ്തും പശുക്കളെ വളർത്തിയും പാഴായിക്കിടന്ന ഒരു കുന്നിനെ ജൈവസമ്പന്നമാക്കാൻ ആശ്രമത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സഞ്ചാരികളെ അടക്കം യോഗ പരിശീലിപ്പിക്കുന്നതിനുള്ള പാഠശാലയും ഈ കുന്നിൻ മുകളിൽ പണികഴിപ്പിച്ചിട്ടുണ്ട്. ശിവഗിരി മഠത്തിന്റെ അധീനതയിലാണ് ഈ കുന്നും ക്ഷേത്രവും ആശ്രമവുമെല്ലാം. സാധാരണ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലേതുപോലെ ഷഷ്ഠി, വിശാഖം, കാർത്തിക മുതലായവയാണ് ഇവിടത്തെയും വിശേഷ ദിനങ്ങൾ. വൃശ്ചിക മാസത്തിലെ കാർത്തികയോടനുബന്ധിച്ച് പ്രതിഷ്ഠാ വാർഷികവും ആഘോഷിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൽ ഇപ്പോഴും രോഗശമനത്തിന് വേണ്ടി വഴിപാടും അഭിഷേകവും ഇപ്പോഴും നിലനിന്നു പോകുന്നു. പ്രത്യേകമായി രോഗശമനത്തിന് അർച്ചന, മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ അർച്ചന, നാൽപ്പാമര അഭിഷേകവും. ഗുരു അന്നു മുതലേ ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്ത് കാണുന്ന ആ ഓവിനോട് താഴെയായിട്ട് ഒരു കരിങ്കൽ തൊട്ടി കാണാം. അപ്പോൾ ഭഗവാന് സുബ്രഹ്മണ്യനെ അഭിഷേകിച്ച ജലം ആ കരിങ്കൽ തൊട്ടിയിൽ ശേഖരിച്ച് വീടുകളിൽ കൊണ്ട് സ്പർശിക്കാനാണ് ഗുരു പറഞ്ഞിരുന്നത്. അതിലൂടെ സർവ്വവ്യാധികളായ രോഗങ്ങൾക്ക് ശമനം കിട്ടി. ഈ ക്ഷേത്രാങ്കണത്തിലോ പരിസര പ്രദേശങ്ങളിലെ പരന്ന പാറകളിലോ കുറച്ചു നേരം ഇരുന്നാൽ വീശിയെത്തുന്ന കടൽക്കാറ്റിനൊപ്പം സമയം കരിയില കണക്കെ പാറിപ്പോകുന്നത് നാം അറിയില്ല. അഭൗമമായ ഒരു നിർവൃതിയിൽ ആത്മസംഘർഷങ്ങൾ അലിഞ്ഞില്ലാതാകുന്നുവെന്ന് മാത്രമറിയും. സർവജ്വരം നാശയ നാശയ സർവരോഗം നാശയ നാശയ സർവദുരിതം നാശയ നാശയ ഓം ഹ്രീം സ്വാം ശരവണഭവ. ഈ കുന്നുകയറി എത്തുന്നയാൾ ആസ്തികനോ നാസ്തികനോ ആയിക്കൊള്ളട്ടെ, മനസ്സ് നിറയാതെ മടങ്ങിപ്പോകേണ്ടി വരില്ല, തീർച്ച. ഓം ഹ്രീം സ്വാം ശരവണഭവായ ഹ്രീം ഭൾ സ്വാഹ.
സ്ത്രീകൾ ആധ്യാത്മിക മാർഗങ്ങളിൽ സഞ്ചരിക്കുകയും ആചാര്യസ്ഥാനത്തിലേക്ക് ഉയർന്നു വരികയും ചെയ്യുന്നത് ശരിയല്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. പുരുഷന്മാരെ പോലെ തന്നെ ഈ മേഖലയിൽ സ്ത്രീകൾക്കും സ്ഥാനമുണ്ട്. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.